എൻ്റെ മദറിന് റോസാ ചെടി ഭയങ്കര ഇഷ്ടമാണ്. റോസ് പൂക്കൾ ഇഷ്ടമാണ്. പണ്ട് ഞാൻ കുഞ്ഞായിരുന്ന സമയത്തൊക്കെ ഞങ്ങൾ ഓരോ വീടുകളിലൊക്കെ ഒക്കെ പോകുമ്പോൾ അവിടെ നല്ല അന്ന് ഈ നഴ്സറി ഒന്നും അങ്ങനെ കോമൺ അല്ല. അവിടെ നല്ല റോസും അങ്ങനെ ചെടികളൊക്കെ ഉണ്ടെങ്കിൽ മമ്മി അതിൻ്റെ കമ്പും എല്ലാം ചോദിച്ച് മേടിച്ചിട്ട് വീട്ടിൽ കൊണ്ട് നടാറുണ്ട്. അപ്പം നമുക്ക് അവിടെ കുറച്ച് ജോലിക്കാരൊക്കെ ഉണ്ട്, അപ്പോൾ അവരെ ഏൽപ്പിക്കുന്നത് നടാനും ഒക്കെ. അപ്പം അതിൽ ഒരു ജോലിക്കാരുണ്ട്, പുള്ളി വളരെ നല്ലതായിട്ട് കഠിനാധ്വാനിയുമാണ്, നല്ല ശുദ്ധനായ മനുഷ്യനാണ്. പക്ഷെ ശുദ്ധൻ ദുഷ്ടന്റെ ഫലം ചെയ്യുമെന്ന് പറഞ്ഞ പോലെ പുള്ളിക്ക് ഒരു സ്വഭാവമുണ്ട്. പുള്ളി ഈ റോസാക്കമ്പ് കൊണ്ട് നട്ടിട്ട് പിറ്റേന്ന് പിന്നെ അത് പൊക്കി നോക്കിയിട്ട് അതിന് വേര് വന്നോന്ന് നോക്കും. വേര് വന്നില്ലെങ്കിൽ പുള്ളി അത് തിരിച്ച് മണ്ട കുത്തി വെക്കും. അപ്പം ഇത് ഇങ്ങനെ പുള്ളി കുറേ നാളിങ്ങനെ ചെയ്യുമായിരുന്നു. അപ്പം മമ്മി ഈശ്വര ഇതെന്താ നമ്മളിവിടെ നടുമ്പോഴൊന്നും കിളിക്കാത്ത. പിന്നീടാണ് മനസ്സിലായത് ഇദ്ദേഹം ഇങ്ങനെ എന്നെടുത്ത് നോക്കും, എന്നിട്ട് തിരിച്ചു കുത്തി വെക്കുമോ അല്ലെങ്കിൽ പറയാം ഇത് കിളിക്കുന്നില്ലെന്ന് തോന്നുന്നു പറയും. ഞാൻ പറഞ്ഞു വന്നത്, മമ്മി ഇപ്പം ഒരു വീട്ടിലിരുന്ന് അവിടെ ആ ഒരു നല്ലൊരു റോസ് കണ്ടു. അപ്പം അതേപോലെ ഒരു റോസ് നമ്മുടെ വീട്ടിലും ഉണ്ടാകണം എന്നുള്ള ആഗ്രഹത്തോടാണ് കമ്പ് കൊണ്ടുവരും. അപ്പം മമ്മിയുടെ മനസ്സിലുണ്ട് ഇത് നല്ലൊരു ഇതിന് നല്ല റോസസ് ഉണ്ടാകും എന്നുള്ള മമ്മിക്കറിയാം. പക്ഷെ വേറെ ആരും അത് കണ്ടിട്ടില്ല. വെള്ള റോസാണോ, അതിൻ്റെ വേറെ കളറാണോ, ഇതൊന്നും അറിയത്തില്ല. അതിന് മാത്രം വലിയ റോസ് ആയിരിക്കും, ഇതൊന്നും അറിയത്തില്ല. പക്ഷെ മമ്മിയുടെ മനസ്സിലുണ്ട് ഇതിങ്ങനെയാണ്, ഇതിൻ്റെ ഔട്ട്കം ഇതാണ് എന്ന് പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ചില ഡ്രീംസ് എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിൽ നമുക്കറിയാം ഇതിൻ്റെ ഔട്ട്കം എന്തുവാണെന്നുള്ളല്ലേ. അപ്പം നമ്മളത് വളരെ എക്സൈറ്റഡ് ആയിട്ടാണ് നമ്മളത് പ്ലാൻ ചെയ്യും, നമ്മളത് നടുന്നു. പക്ഷെ ചില സമയത്ത് നമ്മുടെ തന്നെ സ്നേഹമുള്ളവർ തന്നെ നമ്മളോട് ചോദിക്കും ഇത് വളരുന്നില്ല, ഇതൊന്നും ആയില്ല. അതായത് നമ്മൾ ഇവിടെ നടുമ്പോൾ തന്നെ അതിൻ്റെ പിറ്റേന്ന് തന്നെ അത് പൂക്കണം കായ്ക്കണം എന്നൊക്കെ ഉള്ളൊരു ആറ്റിറ്റ്യൂഡ് നമുക്കുണ്ട്. ഇന്നത്തെ വിശപ്പിന് ഇന്നലെ കഴിക്കണം എന്നുള്ള രീതിയിൽ ഉള്ളൊരു ആറ്റിറ്റ്യൂഡുണ്ട്. നമുക്കെല്ലാം പെട്ടെന്ന് കിട്ടണം. പക്ഷെ ഇത് നമ്മളെ സ്നേഹമുള്ളവർ അങ്ങനെ ചിലപ്പോൾ പറഞ്ഞെന്ന് വരും, ഇതൊന്നും ആയില്ലേ. അപ്പം അപ്പം അവരുടെ കൂട്ടത്തിൽ നമ്മളും ചിലപ്പം വിചാരിക്കാൻ സാധ്യതയുണ്ട്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഏതിനും ഒരു നടുന്നതിനൊരു കാലമുണ്ട്, വിതയ്ക്കുന്നതിനും ഒരു കാലമാണ്, പൂക്കുന്നതിനും കായ്ക്കുന്നതിനും ഒക്കെ ഒരു കാലമാണ്. അപ്പോൾ പേഷ്യൻസ് എന്നുള്ളത്, ക്ഷമയെന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ്. അത് നമ്മൾ നല്ല ആ എക്സൈറ്റ്മെൻറ്റോടു കൂടിയാണ് തുടങ്ങിയെങ്കിൽ ആ എക്സൈറ്റ്മെൻറ്റോടു കൂടി തന്നെ വെയിറ്റ് ചെയ്യണം, അതിന് ഒരു ഫലമുണ്ട്. അപ്പം അത് നമ്മൾ സ്വയം പറയുകയും ചെയ്യരുത്, പക്ഷേ ഇത് ശരിയാകുന്നില്ലല്ലോ എന്ന് നമ്മൾ ഉള്ളിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്തോ ആണോ പ്ലാൻ ചെയ്തത്, നമ്മൾ ആ പണിക്കാരൻ ചെയ്തതുപോലെ നമ്മളും അത് പറിച്ചെടുക്കുക ചെയ്യും, അപ്രൂവ് ചെയ്യുക ചെയ്യും. അങ്ങനെ എന്നും നമ്മളങ്ങനെ സംശയിച്ച് ചെന്ന് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ സംശയത്തിലാണ് പോകുന്നത്. നമ്മൾ തുടങ്ങിയെന്ന് പറഞ്ഞാൽ നമ്മൾ വലിയ പ്രത്യാശയോട് കൂടിയാണ് തുടങ്ങിയല്ലേ, വലിയൊരു എക്സൈറ്റ്മെൻറ്റ്, വലിയൊരു ആ ഒരു ഇൻസ്പയർഡായിട്ട് തുടങ്ങിയ. പക്ഷെ നമ്മൾ ഇൻസ്പിറേഷൻ എന്ന് പറയുന്നത് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ എല്ലാം തുടങ്ങാൻ നമുക്ക് ആ ഒരു ഇൻസ്പിറേഷൻ വേണം. പക്ഷെ നമ്മളെ കണ്ടിന്യൂ ചെയ്യുന്നത് പറഞ്ഞാൽ വി ഷുഡ് ബി മോട്ടിവേറ്റഡ്. നമ്മൾ നല്ലതായിട്ട് തന്നെ എക്സ്പെക്ട് ചെയ്യണം അത് വരുവാണ്, അതിന് നമ്മൾ ചെയ്തേക്കുന്ന കാര്യങ്ങളെല്ലാം ഫ്രൂട്ട്ഫുൾ ആകും എന്നുള്ളൊരു എക്സ്പെക്റ്റേഷൻ നമുക്കുണ്ടാകും. 2, ഇപ്പോൾ ഇവിടെ വിൻ്ററാണ്. വിൻ്ററിൽ ഇപ്പം മരങ്ങളെല്ലാം തന്നെ ഇലകൾ പൊഴിഞ്ഞു പോയി. ഇപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതിലൊന്നും ഒരു പച്ചപ്പില്ല, അതിനൊന്നും ഒരു ജീവനില്ല. ആ മരങ്ങൾ ചെറിയ വിത്തുകളിൽ നിന്നായിരിക്കും ഉണ്ടായത് അല്ലേ, കാലങ്ങളെടുത്തായിരിക്കും ഉണ്ടായത്. അതിലിപ്പോൾ ഇഷ്ടംപോലെ ഫ്രൂട്ട്സും ഉണ്ടാകുന്നതാണ്. പക്ഷെ ഇപ്പോഴത്തെ അത് നോക്കിക്കഴിഞ്ഞാൽ അതിലൊന്നും ഒരു ഇല പോലും ഇല്ല, ഒരു ജീവനും ഇല്ല. പക്ഷെ അത് എത്ര വലിയ വിൻ്ററാന്ന് പറഞ്ഞാൽ പണ്ടായാലും പറഞ്ഞ പോലെ സിവിയർ വിൻ്റർ ആകുമ്പോൾ ബെറ്റർ ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും ഫ്രൂട്ട്സ് ഉണ്ടാകും എന്നുള്ള പണ്ടൊരു ഫാമർ പറഞ്ഞ പോലെ ഞാൻ ഓർക്കുക. എന്ന് പറഞ്ഞാൽ നമ്മളാണെങ്കിലും നമ്മുടെ വലിയ പ്ലാൻസ് ആണെങ്കിലും
അത് ചില സമയത്ത് ഒരു മരം കായ്ക്കുന്നത് പോലെ തന്നെ അതിന് സമയമെടുക്കും കായ്ക്കാനായിട്ട്. മരം ഒരു സീസണിലാണ് കായ്ക്കുന്നത്. ഒരു സീസണിൽ അതിൻ്റെ ഇലകൾ മൊത്തം പൊഴിഞ്ഞെന്ന് വരും. എന്ന് വെച്ചാൽ അതിൻ്റെ ജീവൻ ഇല്ലാന്നുള്ളതല്ല അർത്ഥം. അത് ഇറ്റ് ഇസ് ജസ്റ്റ് എ സീസൺ. ആ സീസൺ കഴിയുമ്പോൾ പിന്നെയും അത് പൂക്കുകയും നല്ല ബ്യൂട്ടിഫുള്ളായിട്ട്, സ്പ്രിംഗ് ഒക്കെ വരുമ്പോൾ നല്ല ബ്യൂട്ടിഫുള്ളായിട്ട് അത് പൂക്കുകയും പിന്നെ സമ്മർ ആകുമ്പോഴത്തേക്ക് അത് ഹാർവസ്റ്റ് ഉണ്ടാകുകയും ചെയ്യും. താങ്ക് യു.